അറിയില്ല ബ്രോ. വലയുമ്പോഴും വഴിയറിയാതെ അലയുമ്പോഴും മൈക്കൊമ്പസ് കാട്ടും നൽവഴി. ദിശയറിയാതെ വലയുമ്പോഴും മൈക്കൊമ്പസ് നൽകും ദിശ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഈ 2 ദിവസം നടക്കുന്ന VBSന്റെ ഈ പരിശീലനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കുന്ന VBSകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റൊരിക്കലും ഇല്ലാത്ത ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദിവസങ്ങളാക്കി കർത്താവ് തീർക്കണമേ. വിവിധ ചർച്ചകളിൽ നടക്കുന്ന VBSൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയണമേ. ഞങ്ങളുടെ ടീം കടന്നു ചെല്ലുന്നിടത്ത്, ഞങ്ങളുടെ സഹോദരങ്ങൾ കടന്നു ചെല്ലുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവ്, ഇന്നും നാളെയും ഇവിടെ നടക്കുന്ന ട്രെയിനിങ്ങിൽ കർത്താവിന് സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളെ പാട്ടുകൾ പഠിക്കുമ്പോൾ, ഗെയിമുകൾ പഠിക്കുമ്പോൾ, കർത്താവ് ബൈബിൾ ലെസൺസ് പഠിക്കുമ്പോൾ അത് അനുഗ്രഹമാക്കി തീർക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്ന ടീം അംഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ ദൈവം കൂട്ടിവരുത്തണമേ. ഈ ഒരു പരിസരത്തിൽ ദൈവ സാന്നിധ്യമുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് ഔദ്യോഗികമായി ഞങ്ങൾ ഇതിനെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ, വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ആ കർത്താവിലേക്ക്, വെളിച്ചമായ വഴിയായ സത്യമായ ജീവനായ യേശുവിലേക്ക് നയിക്കുവാൻ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കാനുള്ള ഒരു നിയോഗം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിലേക്ക് നയിക്കുവാൻ നോക്കിക്കേ, യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് വിദ്വാൻമാർ യേശുവിനെ കാണാൻ വേണ്ടി വന്നു. വിദ്വാൻമാർ പോകുമ്പോൾ അവർക്ക് വഴികാട്ടിയായിട്ട് ആകാശത്ത് ഒരു ദിവ്യ നക്ഷത്രം ഉദിച്ചു. മൈ കോമ്പസിന്റെ ചിന്ത വരുന്നത് അങ്ങനെയാണ്. മൈ കോമ്പസ് യേശുവിലേക്കുള്ള ആ നക്ഷത്രത്തെ പോലെ വഴികാട്ടിയായി മാറും. പോയാലോ? പോണെങ്കിൽ എന്ത് വേണം? കാശ് വേണം അല്ലേ? കാശ് വേണം, അത് ശരിയാണ്, ഇല്ലാതെ പോക്ക് നടക്കത്തില്ല. എന്തിനും ഏതിനും വേണം. പക്ഷെ ഇവിടേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് വഴി അറിയില്ല. എന്താ വേണ്ടത്? എന്ത് വേണം? പോകണമെങ്കിൽ എന്ത് വേണം? വഴി അറിയണം അല്ലേ? അപ്പം അതിന് വേണ്ടി ഇപ്പം നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു മാപ്പ്. അപ്പം ഒക്കെ പിന്നെ ഇവിടേക്കാണ് പറഞ്ഞത് ബ്രിട്ടനിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതെങ്ങനെയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഇതവിടെ നമ്മുടെ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ വളരെ പോയിന്റായിട്ട് കാണാം. അപ്പോൾ അവിടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ ഉണ്ടല്ലേ, ഒരുമിച്ച് പോകുന്നു. അബ്രഹാം. ഇപ്പൊ കൈ ഉയർത്തിയവർ എല്ലാവരും വേഗത്തിൽ ഇരുന്നോളൂ. കൈ ഉയർത്തിയവർ എല്ലാവരും ഇരുന്നോളൂ. വീണ്ടും പോകുന്നു. അബ്രഹാം, ഐസക്. കൈ ഉയർത്തിയവർ അതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ. വീണ്ടും പോവുകയാണ്. അബ്രഹാം, ഐസക്. ചിലർക്ക് ഇങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടെ. അബ്രഹാം, ഐസക്, ജേക്കബ്. ഓക്കെ, ഒന്നിട്ട് പോകുന്നു. അബ്രഹാം, ഐസക്, ജേക്കബ്. അബ്രഹാം, ഐസക്. ഓക്കെ, അടുത്ത ആൾക്ക് അവസരം കൊടുക്കുകയാണ്. റെഡി, 1 2 3 ആൻഡ് ഗോ. നല്ല കയ്യടി. വേണ്ട, ആ ഉന്നം പിടി കാണുമ്പോഴേ അറിയാം അതയ്യത്ത് പോകുന്നു. ആ ഉന്നം പിടി കണ്ടപ്പോഴേ എനിക്കറിയാം ആടപ്പം നഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, ഇനി ഞാൻ അധികം ചെയ്യിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എന്നുള്ള മവനിലം നാനപ്പാവിൻ സ്വന്ത പിള്ളേ. സൗണ്ട് ഉയർത്തി പാടുന്നു. എന്നുള്ളിൽ നാനപ്പാവിൻ സ്വന്ത പിള്ളേ. സൂപ്പർ. അടുത്തത്. ഈ സമ്മാനത്തിന്റെ ഇടയിൽ എം ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്തോ ഇരുന്ന് പോയേ.
വേറെ ആർക്കെങ്കിലും കിട്ടട്ടെ കേട്ടോ. ഗാന്ധിജി അല്ലല്ലോ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. സാമിൻ്റെ ആ മനസ്സുണ്ട്, വേറെ ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ സാറേ. അപ്പൊ സാമ് മനസ്സോടെ പറയാ, സാറ് വേണമെങ്കിൽ എടുത്തോ. അത്രയും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മിനി സാറിനെ ക്ഷണിക്കുന്നു ഈ സമ്മാനം കൊടുക്കാനായിട്ട്. നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെഗാ പ്രൈസിനുള്ള അവസരം തരാം. ഇപ്പോ നമുക്ക് ഈ സമ്മാനം നല്ല ഗൈഡ് കൊടുത്ത, നല്ല ഗൈഡ്. സൂസി എത്ര പഠിക്കുന്നേ? ഞാൻ 5-ല്. 5-ല്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന? ഇവളൊരു കൊല്ലം തോറ്റുപോയി. ഒരു കൊല്ലം തോറ്റോ? തോറ്റുപോയോ? സത്യം പറഞ്ഞാ തോറ്റുപോയോ? സൂസി കള്ളം പറയരുത്. ഇല്ല, ഇവിടെ തോറ്റു. തോറ്റോ? ഇല്ലല്ലോ, മോള് തോക്കാൻ വഴിയില്ലല്ലോ. ആരോ ഒരാൾ കള്ളം പറയുന്നുണ്ടല്ലോ. ആരാ? സൂസിയാണോ? ഞാൻ നോക്കട്ടെ, മുഖത്തേക്ക് സൂക്ഷിച്ചു. ആരാണോ കരയുന്നത് അവരായിരിക്കും കള്ളം പറഞ്ഞതല്ലേ. എടാ ഡിലോണ മോള് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. സൂസ് കള്ളം പറയുന്നത് ശരിയാണോ സൂസി? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു. തമാശക്ക് കള്ളം പറയാൻ പാടുണ്ടോ? ഇല്ല. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഡിനോള മോളെ കളിയാക്കിയല്ലോ. സോറി പറഞ്ഞേ. സോറി കേട്ടോ. അടുത്ത് വന്നേ. എന്നോട് ക്ഷമിച്ചോ എന്നോട്? സോറി. എക്സൽ VBSന്റെ 2025 നെയ്യാറ്റിങ്കര ഡയറക്ടേഴ്സ് ട്രെയിനിങ്ങിൽ നമ്മൾ ആയിരിക്കുകയാണ്. മനോഹരമായ 1-ാം ദിനം. ഇന്ന് നമ്മളോടൊപ്പം ഒത്തിരിയധികം ആളുകൾ ഈ പരിസരവാസങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിൽ ഈ ഡയറക്ടേഴ്സ് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ചിലരുടെ ഫീഡ്ബാക്കുകൾ ഒന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മളോട് കൂടെ ചില ആളുകൾ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്, ദേവാസന്മാരുണ്ട്. നമ്മൾ ഒരുമിച്ചൊന്ന് അവരിൽ നിന്നും നമ്മുടെ ഈ VBSന്റെ ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു, മൈ കോമ്പസ് എന്ന തീമിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഒരു ആശയം, എങ്ങനെ ഇപ്രാവശ്യം VBSകൾ ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും നമുക്ക് കേൾക്കാം. ഈ വർഷത്തെ VBS വളരെ മനോഹരമായ ഒരു തീമാണ് മൈ കോമ്പസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഭാരത് ബൈബിൾ ചർച്ചിനെ പ്രതികരിച്ചാണ് ഈ ട്രെയിനിങ് ക്യാമ്പിനെ പങ്കെടുക്കുന്നത്. വളരെ നല്ല പാട്ടുകളും നല്ല ആക്ഷനുകളും കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനോഹരമായി എക്സൽ ടീം ചെയ്തിട്ടുണ്ട്. ഒരു ടീം വർക്കാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം എല്ലാ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ VBS നടക്കുമെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഈ പാട്ടുകളും ആക്ഷനും ഒക്കെ ആകർഷിക്കുമെന്നും ഞങ്ങൾ കരുതുന്നു. ആ ഒരു നിലയിൽ ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നു. എക്സൽ ടീമിന് ഭാരത് ബൈബിൾ ചർച്ചിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു. സാറിന്റെ പേരെങ്ങനെയാണ്? രാജേഷ് വർഗീസ് സാറ് എത്ര വർഷമായിട്ട് എക്സൽ VBSനോടൊപ്പം ഉണ്ട്? ഒരു 10 വർഷത്തിന് മുകളിലായി. 10 വർഷമായിട്ട് എക്സൽ VBSനോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയ സാറാണ് രാജേഷ് സാറ്. അതെ, സാറിന്റെ പേര്? എൻ്റെ പേര് ഡെൽവിൻ, അരുൺ, അനീഷ്മ, സാന്ദ്ര, വിജയകുമാർ. അപ്പം നമ്മുടെ ട്രെയിനിങ്ങൾ വളരെ മനോഹരമായി നടക്കുന്നു. ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? നമ്മുടെ പാട്ടുകൾ, നമ്മുടെ ആക്ഷൻ, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എക്സൽ VBS എപ്പോഴും എല്ലാത്തിൽ നിന്നും ബെസ്റ്റാണ്. ഒരു പ്രീമിയം ലെവലിലോട്ട് എപ്പോഴും കൊണ്ടുപോകുന്ന ഒരു VBS ആണ് എക്സൽ. ഞങ്ങളുടെ ചർച്ചിലും വർഷങ്ങളായ എക്സൽ VBS ആണ് നടത്തുന്നത്. ഈ വർഷത്തെ ചിന്താവിഷയവും പാട്ടുകളും എല്ലാം വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ആസ്വദിക്കാൻ പറ്റി. അപ്പം 1-ാമത്തെ ദിവസമാണ്, വരുന്നതേ ഉള്ളൂ. ഇതുവരേക്കും ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും എല്ലാം അടിപൊളിയായിരുന്നു. തുടർന്നും അതാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് ആക്ഷനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? ആക്ഷൻ വളരെ മനോഹരമാണ്. നല്ല പാട്ടുകളായിരുന്നു. ഇതുവരെ കേട്ടത് വളരെ മനോഹരമായ പാട്ടുകളും നല്ല ആക്ഷൻസും ആയിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം ചേരുന്നത് പ്രിയ ഷാജി സാറാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് 10ഓളം വർഷങ്ങളായിട്ട് എക്സൽ VBSനോട് ചേർന്ന് നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും അനേക സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയ സാറാണ്. സാറേ, ഈ വർഷത്തെ നമ്മുടെ തീമിനെ പറ്റിയും നമ്മുടെ ആക്ഷനെ പറ്റിയും നമ്മുടെ പാട്ടുകളെ പറ്റിയും നമ്മുടെ ആ പാഠങ്ങളെ, ലെസൺസിനെ ഒക്കെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സാറിൻ്റെ വാക്കുകളിലേക്ക്.
താങ്ക് യു. ഈ വർഷത്തെ എക്സൽ VBSൻ്റെ തീം മൈ കോമ്പസ് എന്നാണ്. ഈ വർഷത്തെ തീം എന്തുകൊണ്ടും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു തീം തന്നെയാണ്. സിലബസ് ഞങ്ങൾ ട്രെയിനിങ്ങിലൂടെ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. വളരെ നല്ല കളർഫുള്ളായ റിസോഴ്സസ് വളരെ നന്നായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എക്സൽ മിനിസ്ട്രീസ്. പാട്ടുകളാകട്ടെ, ആക്ഷൻ സോങ്ങുകളാകട്ടെ, ഗെയിമുകളാകട്ടെ വളരെ നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷത്തെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും യുവജനങ്ങൾക്കാണെങ്കിലും ഇത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് സാറേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.